ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന ഒരു വമ്പൻ വാർത്തയെക്കുറിച്ച് ഇന്ത്യൻ വ്യാപാര ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റങ്ങളിലൊന്നിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ലോകമെമ്പാടും നടക്കുന്നത്. ഏതാണ്ട് 2 പതിറ്റാണ്ടോളം നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ആ ചരിത്രപരമായ വ്യാപാര കരാർ അഥവാ മദർ ഓഫ് ഓൾ ഡീൽസ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലയനും കഴിഞ്ഞ ദിവസം ഇന്ത്യ EU സമ്മിറ്റിൽ വെച്ച് ഈ ഒരു ഹിസ്റ്ററിക് കരാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 18 വർഷത്തെ ഹാർഡ് വർക്കിന് ശേഷമാണ് ഈ ഡീല് ഫൈനലൈസ് ചെയ്തിരിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ ഇനി BMW, മെഴ്സിഡസ് തുടങ്ങിയ ലക്ഷറി കാറുകൾക്കും യൂറോപ്യൻ വൈനിനും എന്തിനേറെ ഒലിവ് ഓയിലിനും ചോക്ലേറ്റിനും വരെ ഇന്ത്യയിൽ വില കുറയാൻ പോവുകയാണ്. അത് മാത്രമല്ല, ഇന്ത്യൻ യുവാക്കൾക്ക് യൂറോപ്പിലേക്ക് വരാൻ കൂടുതൽ ഇമിഗ്രേഷൻ അവസരങ്ങളും ഈ ഒരു കരാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ അമേരിക്കയുടെ ചില കടുത്ത നിലപാടുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കരാറിലൂടെ നമുക്ക് ലാഭമാണോ അതോ നഷ്ടമാണോ? യൂറോപ്യൻ കാറുകൾക്കും വൈനിനും ഇനി എന്ത് വിലയാകും? അമേരിക്ക ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എന്താണ് ഈ കരാറിന്റെ പിന്നാമ്പുറ വിശേഷങ്ങൾ എന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ എല്ലാവർക്കും അറിയേണ്ടത് ഈ ഡീൽ കാരണം നമ്മുടെ പോക്കറ്റിൽ എന്ത് മാറ്റം വരുമെന്നാണ്. യൂറോപ്യൻ യൂണിയൻ പറയുന്നതനുസരിച്ച് ഇന്ത്യയിലേക്ക് വരുന്ന 96.6% യൂറോപ്യൻ ഉൽപ്പന്നങ്ങളുടെയും താരിഫ് അഥവാ ഇറക്കുമതി നികുതി ഒന്നുകിൽ പാടെ നീക്കം ചെയ്യും, അല്ല എങ്കിൽ വൻതോതിൽ കുറയ്ക്കും. ഇതുവഴി യൂറോപ്യൻ കമ്പനികൾക്ക് വർഷം തോറും ഏകദേശം 4 ബില്യൺ യൂറോ, ഏകദേശം 36,000 കോടി രൂപ ലാഭിക്കാൻ സാധിക്കും. ഏറ്റവും വലിയ സർപ്രൈസ് കാറുകളുടെ കാര്യത്തിലാണ്. ഇതുവരെ 110% വരെ ഉണ്ടായിരുന്ന ഇമ്പോർട്ട് താരിഫ് ഇനി ഘട്ടം ഘട്ടമായി 10%ത്തിലേക്ക് താഴാൻ പോവുകയാണ്. അതായത് ഫോക്സ് വാഗൻ, റെനോ, മെഴ്സിഡസ് തുടങ്ങിയ കാറുകൾ ഇനി കൂടുതൽ അഫോർഡബിൾ ആകും എന്ന് ചുരുക്കം. ഇനി പ്രീമിയം വൈനിന്റെ താരിഫ് 150%ത്തിൽ നിന്ന് 20 മുതൽ 30%ത്തിലേക്ക് കുറയും. ബിയറിന് 50% താരിഫ് കുറയും. കൂടാതെ ഒലിവ് ഓയിൽ, ഫ്രൂട്ട് ജ്യൂസുകൾ, പാസ്ത, ചോക്ലേറ്റ് തുടങ്ങിയവയുടെ നികുതി പൂർണ്ണമായും നീക്കം ചെയ്തു. ആശുപത്രി ഉപകരണങ്ങൾ, മെഡിക്കൽ, സർജിക്കൽ എക്യുപ്മെന്റ്സ് എന്നിവയുടെ നികുതിയും 90% വരെ കുറയും. ഇത് നമ്മുടെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. യൂറോപ്പിന് മാത്രമല്ല, ഇന്ത്യക്കും ഇതിൽ വലിയ ലാഭമുണ്ട്. ഇന്ത്യയുടെ ടെക്സ്റ്റൈൽസ്, ലെതർ, ആഭരണങ്ങൾ, മെറൈൻ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിലെ 45 കോടി ജനങ്ങളുള്ള മാർക്കറ്റിലേക്ക് കുറഞ്ഞ നികുതിയിൽ കയറ്റുമതി ചെയ്യാം. ഇത് ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. മറ്റൊരു പ്രധാന പോയിന്റ് ഇമിഗ്രേഷനാണ്. ഇന്ത്യൻ പ്രൊഫഷണൽസിനും അതുപോലെ വിദ്യാർത്ഥികൾക്കും യൂറോപ്പിലേക്ക് പോകാനുള്ള നടപടികൾ കൂടുതൽ ലളിതമാക്കും. പ്രത്യേകിച്ച് IT, എഞ്ചിനീയറിംഗ് മേഖലകളിൽ ഉള്ളവർക്ക് കൂടുതൽ തൊഴിൽ വീസകൾ നൽകാൻ ഈ കരാറിൽ ധാരണയായിട്ടുണ്ട്. പഠനശേഷം യൂറോപ്പിൽ ജോലി ചെയ്യാനുള്ള അവസരങ്ങളും വർദ്ധിക്കും. ഇന്ത്യക്ക് എങ്ങനെയാണ് ഈ ഡീൽ ഗുണകരമാകുന്നത് എന്നൊന്ന് നോക്കാം. നമ്മുടെ കയറ്റുമതിയിൽ ഏകദേശം 99.5% ഉൽപ്പന്നങ്ങൾക്കും യൂറോപ്യൻ മാർക്കറ്റിലേക്ക് 0 താരിഫിൽ പ്രവേശനം ലഭിക്കും. ടെക്സ്റ്റൈൽസ്, ലെതർ, ആഭരണങ്ങൾ, മെറൈൻ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വലിയ മാർക്കറ്റ് തുറന്നു കിട്ടും. ഇത് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ നൽകുമെന്നാണ് സർക്കാർ പറയുന്നത്. ഇതുകൂടാതെ ഇന്ത്യയുടെ കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിനായിട്ട് 500 മില്യൺ യൂറോയുടെ ധനസഹായവും യൂറോപ്യൻ യൂണിയൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്ക് ഇതൊരു വലിയ കൈത്താങ്ങാകും. പക്ഷെ കഥ ഇവിടെ തീരുന്നില്ല. ഒരു വശത്ത് വമ്പൻ ഡീൽ നടക്കുമ്പോൾ അമേരിക്കയുടെ നിലപാട് അല്പം കടുത്തതാണ്. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ഈ കരാറിനെ അമേരിക്കൻ ട്രേഡ് റെപ്രസെന്റേറ്റീവ് അഭിനന്ദിച്ചുവെങ്കിലും ഇന്ത്യക്ക് മേൽ ചുമത്തിയ ഉയർന്ന താരിഫുകൾ ഇപ്പോൾ പിൻവലിക്കില്ല എന്നാണ് വാഷിംഗ്ടൺ പറയുന്നത്. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ കുറച്ചു എന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. റഷ്യൻ ഓയിൽ പർച്ചേസ് കൊളാപ്സ് ചെയ്തു എന്നാണ് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞത്. എന്നിരുന്നാലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നതേയുള്ളൂ. യൂറോപ്പ് ഇന്ത്യയെ ഒരു തന്ത്രപ്രധാന പങ്കാളിയായി കാണുമ്പോൾ അമേരിക്ക അല്പം കൂടി സമ്മർദ്ദം ചെലുത്തി നമുക്ക് മേൽ ആധിപത്യം നേടാനാണ് ശ്രമിക്കുന്നത്. വ്യാപാരം മാത്രമല്ല, പ്രതിരോധ രംഗത്തും ഇന്ത്യയും യൂറോപ്പും ഇനി ഒന്നിച്ചു നിൽക്കും. ഒരു സെക്യൂരിറ്റി ആൻഡ് ഡിഫൻസ് പാർട്ണർഷിപ്പ് കൂടി ഈ സമ്മിറ്റിൽ പ്രഖ്യാപിച്ചു. കടലിലെ സുരക്ഷ, സൈബർ സെക്യൂരിറ്റി എന്നിവയിൽ ഇരു കൂട്ടരും സഹകരിക്കും. ഇതുകൂടാതെ ഇന്ത്യയുടെ കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിനായി 500 മില്യൺ യൂറോയുടെ ഗ്രീൻ എനർജി സഹായവും യൂറോപ്യൻ യൂണിയൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇത് സാമ്പത്തികമായും പരിസ്ഥിതിപരമായും വലിയൊരു മാറ്റമാണ്. ചുരുക്കത്തിൽ ഈ മദർ ഓഫ് ഓൾ ഡീൽസ് വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ മുഖച്ഛായ തന്നെ മാറ്റുമെന്ന് ഉറപ്പാണ്. ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പിന് യൂറോപ്പുമായുള്ള ഈ ബന്ധം ഒരു വലിയ ഇന്ധനമാകും. ഈ ഡോക്യുമെന്റുകൾ ഇപ്പോൾ ലീഗൽ സ്ക്രബിംഗ് അഥവാ നിയമപരമായ പരിശോധനകൾക്ക് ശേഷം യൂറോപ്യൻ പാർലമെന്റ് ഉടൻ അംഗീകരിക്കും. 2026 അവസാനത്തോടെ ഈ മാറ്റങ്ങളെല്ലാം പ്രാബല്യത്തിൽ വരുമെന്ന് കരുതുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.